ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഓൾക്കാനോ. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതെന്ന് വെച്ചാൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ. തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നൊരു സിനിമ വന്നിട്ടുണ്ട്, ഹിന്ദി ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളിലേക്ക് കളക്ഷൻ റിപ്പോർട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. കളക്ഷൻ നോക്കാം, അതോടൊപ്പം തന്നെ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസ് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം. ഞാൻ തമിഴിൽ നിന്ന് വന്ന സിനിമ വീരധീര സൂര്യ ആയാലും ഹിന്ദിയിൽ നിന്ന് വന്ന സിക്കന്ദർ സിനിമയായാലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചില റിവ്യൂസ് അനുസരിച്ചും ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഫസ്റ്റ് എമ്പുരാൻ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ചിത്രം. 180 കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള സിനിമയാണ്. അപ്പോൾ 180 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഏകദേശം 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടണം. ഇപ്പോൾ തന്നെ 136 കോടി രൂപ ഒഫീഷ്യലായിട്ട് ട്രേഡ് അനലിസ്റ്റുകളുടെ പ്രകാരം കണക്ക് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പ്രകാരം 150 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ കളക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം അടുത്ത ഒരു വീക്കിനുള്ളിൽ ഏകദേശം 250-240 കോടി റേഞ്ചിൽ സിനിമ കളക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ഏകദേശം ഒരു ഹിറ്റ് ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കുകയും സിനിമ അതിൻ്റെ കരിയറിലെ ബെസ്റ്റ് കളക്ഷൻ, മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബെസ്റ്റ് കളക്ഷനിലേക്ക് സിനിമ എത്തുകയും ചെയ്യും. അഥവാ ഈ സിനിമ ഇനിയും നെഗറ്റീവ് റിപ്പോർട്ട്സുകൾ അധികം നെഗറ്റീവ് റിപ്പോർട്ട്സ് വന്നു കഴിഞ്ഞാൽ സിനിമ ഏകദേശം ഒരു 190-200 കോടി നേടുകയും സിനിമ ഒരു ആവറേജ് ലിസ്റ്റിലേക്ക് വരികയും സിനിമ കുറച്ച് നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും. എങ്ങനെ വന്നാലും സിനിമ മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. 2 ദിവസം കൊണ്ട് 100 കോടി നേടിയ സിനിമയാണ്. ആരെക്കൊണ്ടും തകർക്കാൻ പറ്റാത്ത 15 കോടി എന്ന് പറയുന്ന ഒരു റെക്കോർഡ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനപ്പുറം എന്ത് വേണം? വിജയ്ക്ക് നിൽക്കാൻ പറ്റാത്ത ഇടത്ത് കയറി വിജയനെ അങ്ങ് അടിച്ച് തൂക്കിയിട്ടുണ്ട്. വിജയ് റെക്കോർഡ് അങ്ങ് ക്ലിക്ക് ചെയ്ത് നടത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി വിജയ് കേരളത്തിനകത്ത് വന്നിട്ട് ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ദിവസം 9 കോടി, 3-ാം ദിവസം 9 കോടി റെക്കോർഡ്. ഇതും വിജയ് തൂക്കാൻ പോകുന്നില്ല. അപ്പോൾ റെക്കോർഡെന്ന് പറയുന്നത് പൊട്ടിക്കാനുള്ളതാണ്. തൂക്കില്ല എന്ന് പറയാൻ കാരണം കേരള ഇൻഡസ്ട്രിയിൽ വിജയ്ക്ക് മോഹൻലാലിൻ്റെ മുകളിൽ ഒരു കളക്ഷൻ റിപ്പോർട്ട് വന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ഈ ലിയോയ്ക്ക് അത്രത്തോളം ഹൈപ്പ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ലിയോ വന്ന് മലയാളം ഇൻഡസ്ട്രിയിലൊരു അതീവമായിട്ടുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നത്. അല്ലെങ്കിൽ നിശ്ചയമായും ലിയോ 12 കോടി ഒന്നും അടിക്കാനൊന്നും ഉള്ള ഒരു വർത്തായിട്ടുള്ള മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. ലിയോ സിനിമ കൊള്ളില്ല എന്നല്ല, ലിയോ സിനിമ അത്രയും വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. അതേക്കാളും വർത്തായിട്ട് എനിക്ക് തോന്നിയത് വിക്രം സിനിമയാണ്. അപ്പോൾ ഇപ്പോൾ എമ്പുരാൻ റെക്കോർഡുകൾ ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു സൈഡിൽ എമ്പുരാൻ സിനിമ അതിഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ബോയ്ക്കോട്ടൊക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ്. BJP എടുത്തിട്ട് ഒരു സൈഡിൽ കൂടി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടി ബോയ്ക്കോട്ട് വിത്ത് ദിസ് മൂവി എമ്പുരാൻ. അതുപോലെ തന്നെ ഒരു സൈഡിൽ നെഗറ്റീവ് റിപ്പോർട്ട്സ് വിത്ത് RSSൻ്റെ നെഗറ്റീവ് റിപ്പോർട്ട്സ്. അതുപോലെ നിറയെ വിഷയങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സിനിമയുടെ 17 മിനിറ്റ് കട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഈ സിനിമയുടെ 17 മിനിറ്റ് ഓൾറെഡി കട്ട് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സീന് കട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് സൂചനപ്പെടുത്തിയിരുന്നു. ആ ട്രെയിൻ കത്തുന്നൊരു സീനുണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റിൽ കുറച്ച് പെൺകുട്ടികളെ അതിക്രമിക്കുന്ന സീനുണ്ട്. അതുപോലെ തന്നെ സായിദ് എന്ന് പറയുന്ന ആ കുട്ടിയെ ബാഗിലിരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയെ കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞു കുട്ടി മരിക്കുന്ന ആ സീനിനെ ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നിറയെ സീനുകൾ കട്ട് ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ ഒന്നീ കട്ട് ചെയ്ത് കളയുവാനോ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് കളയുവാനോ സാധ്യതയുണ്ട്. പിന്നെ ബജ്രംഗി എന്ന് പറയുന്ന പേരും കട്ട് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അയാളുടെ കൂടെ വരുന്ന ആ ഒരു ഹിന്ദു പേര് കട്ട് ചെയ്ത്, അഖണ്ഡ മോർച്ച ശക്തി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്ററിനെ ചിലപ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്ത് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഈ സിനിമയ്ക്ക് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നെഗറ്റീവ് റിപ്പോർട്ട്സുകൾ വരും. ഉറപ്പായും നെഗറ്റീവ് റിപ്പോർട്ട്സുകൾ വരും. കാരണം ഒരു സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിറയെ ഭാഗങ്ങളാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അഖണ്ഡമോർച്ച ശക്തി എന്ന് പറയുന്നതാകട്ടെ, IUFനെതിരായിട്ട് നിൽക്കുന്നതാകട്ടെ, IUFും അഖണ്ഡമോർച്ച ശക്തിയും കൂടെ ചേർന്ന് നിന്ന് കൈവൂട്ടുന്ന സീനാകട്ടെ, ഇതെല്ലാം കാണുമ്പോൾ മറ്റൊരു കാര്യം, നമ്മുടെ പൊളിറ്റിക്സിനകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം വരും. അത് നടക്കുന്നില്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം പൊളിറ്റിക്സുമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഒരു അറിയാവുന്ന വിഷയത്തിനെ കുറിച്ച് ചെറുതായിട്ട് അറിയാവുന്ന വിഷയമായാലും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാലും മോഹൻലാൽ എന്ന് പറയുന്ന സ്റ്റാർഡം അയാൾക്കുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ ഉറപ്പ് വെച്ച് ഒരു 200-300 കോടി കളക്ഷൻ അടിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. പിന്നെ ഏറ്റവും പ്രധാനം, മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷനിൽ നിന്നും നിറയെ പേർ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന
കട്ട് ചെയ്ത്, അതായത് അവരത് അസോസിയേഷൻ തന്നെ വേണ്ടെന്ന് വെച്ച് പുറത്തിറങ്ങിയതായിട്ട് റിപ്പോർട്ടുകൾ ഒരു വാർത്തയിൽ കാണാൻ സാധിച്ചു. ഏകദേശം 32,000 പേര് അങ്ങനെ ഇറങ്ങിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങിയത് സത്യമാണെങ്കിൽ അടുത്ത് വരുന്ന സിനിമകളിൽ മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നഷ്ടപ്പടങ്ങളായിരിക്കും. കാരണം മോഹൻലാലിന് ഏറ്റവും കൂടുതൽ ഇതുള്ളത് ഹിന്ദു ഓഡിയൻസാണ്. അപ്പോൾ ഹിന്ദു ഓഡിയൻസ് എന്ന് പറയുമ്പോൾ സിനിമകളിൽ ഓൾറെഡി നിറയെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് കാലാപാനി എന്ന് പറയുന്ന സിനിമ. കാലാപാനിയിൽ ആ സിനിമയിൽ അദ്ദേഹം ഒരു സീൻ അഭിനയിക്കുമ്പോൾ ആ സീൻ നമുക്ക് ഏറ്റവും വലിയ ദുർഘടമായി തോന്നും. അതായത് വെള്ളക്കാരൻ്റെ കാലിൻ്റെ ഷൂ നടക്കുമ്പോൾ ഉള്ള സീൻ, ആ സീനൊക്കെ അന്ന് ആ സിനിമ ഇറങ്ങിയതുകൊണ്ട് ആ സിനിമയ്ക്ക് അങ്ങനത്തെ വിമർശനങ്ങൾ, ഇന്ന് നടക്കുന്ന വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ അതേ സിനിമ ഇന്നിറങ്ങിയ നിങ്ങളുടെ കാര്യം ആലോചിച്ചു. ഇതൊന്നും വലിയൊരു കാര്യമില്ല സത്യത്തിൽ. സിനിമയായിട്ട് കാണാൻ അറിയാത്തത് കൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ. ഇനി നമുക്ക് സിക്കന്ദർ ബായിയെ കുറിച്ച് സംസാരിക്കാം. സിക്കന്ദർ ബായി അല്ലെങ്കിൽ സല്ലു ബായി ഇന്ന് ഒരു സിനിമ ഇറക്കി വിട്ടിട്ടുണ്ട്. അത് സിനിമയുടെ പേര് തന്നെ സിക്കന്ദർ എന്നാണ്. സിക്കന്ദർ സിനിമ കാണുന്നവർ പോയി കാണുക. ഞാൻ പോയി ഇതുവരെ കണ്ടില്ല. കാരണം ഞാൻ സിക്കന്ദർ ബായിയുടെ സിനിമകളൊന്നും പെട്ടെന്ന് പോയി കാണുന്ന ആളല്ല. അവസാനമായി ഞാൻ കണ്ടത് ടൈഗർ സിന്ദാഹ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുവിധം കൊള്ളാവുന്ന സിനിമയാണ് ടൈഗർ സിന്ദാഹ. അതിനുശേഷം ഇപ്പോൾ അതിനുശേഷം ഒരു സിനിമ ഇറങ്ങി കിസി കാ ഭായ് കിസി കാ ജാൻ അമ്മാനെ. ആ സിനിമ ഒന്നും കാണാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീര്, മൂക്കിൽ നിന്നും രക്തം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ള സിനിമ ഒരു കിസി കാ ഭായ് കിസി കാ ജാൻ. ഈ സിനിമയൊക്കെ എന്ത് നടക്കുമെന്ന് സല്ലുബായി അറിയില്ല. സല്ലുബായ് പ്രശ്നം എന്തെന്ന് വെച്ചാൽ, സല്ലുബായുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ സല്ലുബായ് മുഖം എക്സ്പ്രഷൻ ഇടാറുണ്ട്. പോക്കറ്റിൽ കൈയിടുന്നു നടക്കുന്നു. ഇതാണ് സല്ലുബായുടെ ഇപ്പോഴത്തെ അഭിനയ രീതി എന്ന് പറയുന്നത്. അവസാനം വന്ന പത്താൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പത്താൻ സിനിമയിൽ സല്ലുബായ് പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു. അതിനുശേഷം വീണ്ടും സിക്കന്ദറിൽ സല്ലുബായ് വീണ്ടും പഴയ രീതിയിലേക്ക് പോയി. ഇനി പഴയ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിലൂടെ വീണ്ടും തിരിച്ചു വരും, അടുത്ത് വീണ്ടും പോകും. ഇത് മലയാളത്തിൽ നടക്കുന്നത് പോലെ, മലയാളത്തിൻ്റെ മോഹൻലാൽ സാർ ഒരു സിനിമ നല്ല ചെയ്യുന്നു, അടുത്ത് പോകുന്നത് പോലെ സിക്കന്ദർ ബായിയും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ സല്ലുബായ് സൽമാൻ ഖാൻ അവർ ഇതുപോലെ തന്നെ അടുത്തൊരു പടം ചെയ്യുന്നു, പോകുന്നു. അടുത്തൊരു 5-6 പടം ഇങ്ങനെ ഫ്ലോപ്പ് ആയ ശേഷം ഏതെങ്കിലും ഒരു പടത്തിൽ വന്നിട്ട് അങ്ങ് ഹിറ്റടിക്കും. അതൊരു 1000 കോടി അടിക്കും, അല്ലെങ്കിൽ 900 കോടി അടിക്കും. അതിനുശേഷം വീണ്ടും ഒരു ഫ്ലോപ്പ്. സിക്കന്ദർ സിനിമ കണ്ടിട്ടുള്ളവർ നിശ്ചയമായും ഈ സിനിമയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ കൂട്ടുകാരൻ എന്ത് വന്നാലും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത സിനിമ പോസിറ്റീവ് റിപ്പോർട്ട് നേടി തമിഴ്നാട്ടിലൊരു സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ 2 കോടിയിൽ തുടങ്ങി, സെക്കൻഡ് ഡേ 7 കോടി, തേർഡ് ഡേ 7 കോടി, അങ്ങനെ 15 കോടി 16 കോടി റേഞ്ചിലെ ഫസ്റ്റ് 3 ദിവസത്തെ കളക്ഷൻ. അതിനുശേഷം പോസിറ്റീവ് റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ലെവൽ പോസിറ്റീവ് റിപ്പോർട്ട്. അതായത് 27-ാം തീയതി വൈകിട്ട് ഇറങ്ങിയതാണ് സിനിമ. രാവിലെ ഇറങ്ങാൻ സാധിച്ചില്ല, എന്തോ പ്രശ്നങ്ങൾ കാരണം വൈകിട്ട് റിലീസാകുന്നു. സിനിമ ഏകദേശം ഫസ്റ്റ് 3 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 18 കോടിയോളം രൂപ സിനിമ എടുത്തു. ഈ സിനിമ ഇങ്ങനെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഏകദേശം 50 കോടി 60 കോടി ഹിറ്റടിക്കുവാൻ സാധ്യതയുണ്ട്. ഹിറ്റടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നതായിരിക്കും ഈ ചിത്രം. ചിയാൻ വിക്രമിന് കൊടുക്കാൻ പറ്റുന്നത്. ചിയാൻ വിക്രമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയനീയമാണ്. കഴിഞ്ഞ കുറേ പടങ്ങൾ തോറ്റ് അതിനുശേഷം തിരിച്ചു വരുന്നതാണ്. കഴിഞ്ഞ ഒരു പടം തന്നെ വലിയ രീതിയിൽ ഇറക്കിയ ശേഷം സിനിമയ്ക്ക് എതിരേറ്റ കളക്ഷൻ കിട്ടുകയോ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വരികയോ ഫുൾ നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടുകയും ചെയ്തു. ഇങ്ങനെ നോക്കുമ്പോൾ വീരധീര സൂരൻ ഈസ് എ ബെസ്റ്റ് മൂവി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സിനിമ കണ്ടിട്ടില്ല, കാണാതെ ഞാൻ ബെസ്റ്റ് മൂവി ആണ് എന്ന് പറഞ്ഞ് നിങ്ങളെ കാണിപ്പിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ബെസ്റ്റ് മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവ് റിപ്പോർട്ട്സാണ് ആൾ ഓവർ ഇന്ത്യയിൽ നിന്നും പോസിറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് മൂവി ആയിരിക്കുമല്ലോ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ട് കാണാത്ത പോലെ പോകരുത്. ഞാനും നിങ്ങളെപ്പോലെ ആദ്യമായി വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണ്. അപ്പോൾ നിങ്ങളെ ആദ്യമായി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത്രയും വീഡിയോകൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്നോട് ഒപ്പം നിന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ മുകളിലോട്ട് വിടുമെന്നുള്ള ഉറപ്പുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്സ് ചോദിക്കുന്നു. അപ്പോൾ തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ
നിർത്തുന്നു. ബൈ ബൈ.